ബലാത്സംഗ കേസ് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അറസ്റ്റ് ഉടനുണ്ടായേക്കും. പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിന് തിരിച്ചടി. തനിക്കെതിരെ ഒരു പരിചയക്കാരി നൽകിയ ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം എന്നീ കേസുകളിൽ എംഎൽഎ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി എസ് നസീർ വ്യാഴാഴ്ച 2025 ഡിസംബർ 4-ാം തീയതി തള്ളി. കോടതി നടപടി എംഎൽഎയുടെ അറസ്റ്റിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു. പ്രോസിക്യൂഷൻ കേസിന് ബലം നൽകുന്നതിനായി ഡോക്ടർമാരുടെ മൊഴികൾ, മെഡിക്കോലീഗൽ രേഖകൾ, പ്രാഥമിക ഫോറൻസിക് ശബ്ദവിശകലന ഫലങ്ങൾ ഉൾപ്പെടെയുള്ള അധിക തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് കേസിന് പിന്നിലെന്നും പരാതിക്കാരിയുമായുള്ള ബന്ധം പരസ്പര സമ്മതത്തോടെയുള്ളതായിരുന്നുവെന്നുമുള്ള മാങ്കൂട്ടത്തിലിന്റെ പ്രാഥമിക വാദങ്ങൾ കോടതി തള്ളി. എന്നാൽ താൻ നിർബന്ധിച്ച് ഗുളിക നൽകി ഗർഭം അലസിപ്പിച്ചുവെന്ന ആരോപണം അദ്ദേഹം നിഷേധിച്ചിരുന്നു. പരാതിക്കാരി സ്വയം ഇഷ്ടപ്രകാരമാണ് ഗുളികകൾ കഴിച്ചതെന്നും അദ്ദേഹം വാദിച്ചു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും എംഎൽഎയുടെ രാഷ്ട്രീയ സ്വാധീനം സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ തെളിവ് നശിപ്പിക്കാനോ ഉപയോഗിക്കാമെന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു. ഇൻക്രിമിനേറ്റിംഗ് ആയ ശബ്ദ റെക്കോർഡിംഗുകളും സന്ദേശങ്ങളും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുക്കാൻ എംഎൽഎയുടെ ഫോണുകൾ പിടിച്ചെടുത്ത് പരിശോധിക്കേണ്ടതിനാൽ കസ്റ്റഡി ചോദ്യം ചെയ്യൽ നിർബന്ധമാണ് എന്നും സ്റ്റേറ്റ് അറിയിച്ചു. കേസിൽ ആത്മഹത്യാ പ്രേരണാക്കുറ്റം, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമം എന്നിവ പ്രകാരമുള്ള വകുപ്പുകളും ചുമത്താൻ സാധ്യതയുണ്ട്.